നമസ്കാരം. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ നെട്ടോട്ടത്തിലാണ് എന്ന് നമുക്കറിയാം. ആ ഓട്ടം എന്തിനാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 2 ദിവസമായി കിട്ടിയ ചില സൂചനകൾ, ശുഭസൂചനകൾ കാരണം. അതായത് നമുക്കറിയാം കെ സുധാകരൻ, അതോടൊപ്പം തന്നെ പ്രൊഫസർ PJ കുര്യൻ, ഇവരൊക്കെ അടങ്ങുന്ന ഒരു സംഘം അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവിനോടാണ് താല്പര്യം. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏറെ. അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയുള്ള മോഹവും പേറി രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവ് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾക്കിടയിലുണ്ട്. ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് അദ്ദേഹം പുതിയൊരു വിവാദമാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് സംസ്ഥാന സർക്കാർ 700 കോടിയുടെ അഴിമതി നമ്മുടെ സംസ്ഥാനത്ത് നടത്താൻ തീരുമാനമിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വിവരം. അതായത് ഒരു സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ ഏകദേശം 4415 സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നതിനായി 206 കോടി രൂപയ്ക്ക് കരാർ നൽകിയ TCS എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നും അത് വെട്ടിമാറ്റി പകരം ദിനേശ് BD കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇത് നൽകാൻ വേണ്ടിയിട്ടൊരു തീരുമാനമുണ്ടാക്കി. അതായത് ഇവർ അത് വിൽക്കാൻ തീരുമാനിച്ചു. അത് പ്രകാരം 914 കോടി രൂപയ്ക്കാണ് അത്രേ സംസ്ഥാന സർക്കാർ ഈ ഒരു കാര്യം നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് 206 കോടിക്ക് ഈ പറയുന്ന ടാറ്റയുടെ TCS എന്ന് പറയുന്ന കമ്പനി സോഫ്റ്റ്വെയർ ചെയ്ത് തരാം എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അതിന് ഏകദേശം ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയായി. അത് ഏകദേശം ഇനിയിപ്പോൾ വർക്ക് ഏൽപ്പിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അത് വെട്ടിമാറ്റിക്കൊണ്ട് 2 കമ്പനികൾ, അതായത് എല്ലാ നിബന്ധനകളും മാറ്റിമറിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള 2, അതായത് കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ഒന്ന് ദിനേശ് BDയുമായി ബന്ധപ്പെട്ടുകൊണ്ടും പിന്നൊന്ന് മലബാർ ഇൻഫർമേഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇങ്ങനെ ഈ 2 സൊസൈറ്റികൾക്ക് വേണ്ടിയിട്ട് ഈ ടെൻഡർ ക്ഷണിക്കുകയും ആ ടെൻഡറിനകത്തുള്ള നിബന്ധനകളിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് അത്രേ ഇങ്ങനെ ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ സ്വാഭാവികമായിട്ടും ഏകദേശം 914 കോടി രൂപയ്ക്കാണ് ഈ ദിനേശ് BD കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ഈ സോഫ്റ്റ്വെയർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരാർ ഉറപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ 700 കോടി രൂപ നമ്മുടെ ഖജനാവിന് നഷ്ടമുണ്ടാകാൻ പോകുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം രമേശ് ചെന്നിത്തല പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ദിനേശ് BD ആണോ ദിനേശ് IT ആണോ എന്നറിയില്ല. ദിനേശ് IT എന്ന് പറയുമ്പോൾ ഏകദേശം 1999 മുതൽ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു IT സ്ഥാപനമാണ്. ഇനി അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങളാണോ സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കിയതെന്നറിയത്തില്ല. 2016 ഇവിടെ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഏകീകൃതമായ ഒരു സോഫ്റ്റ്വെയർ സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. അതിനെ മറികടന്നുകൊണ്ടാണ് ഇവിടെ സംസ്ഥാനം, അതും വിശേഷിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു പ്രത്യേക അനുമതിയോടുകൂടി തന്നെയാണ് ഈ നിബന്ധനകൾ പൂർത്തിയാക്കി നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നർത്ഥം. എന്നാൽ ഇപ്പോൾ ചെന്നിത്തല ഇത് പുറത്തുവിട്ടിരിക്കുന്നു. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ മുഖ്യമന്ത്രിയാകാനൊക്കെയുള്ള ഒരു കുപ്പായമൊക്കെ തയ്പ്പിച്ചു വെച്ചിരിക്കുന്ന VD സതീശനെ എങ്ങനെയെങ്കിലും ഈ പറയുന്ന ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെയൊരു വിവാദം ഇപ്പോൾ പെട്ടെന്ന് തന്നെ രാഷ്ട്രീയത്തിലേക്ക് എടുത്തിട്ടത് എന്ന് പറയേണ്ടി വരും. നമ്മൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൻ്റെ വസ്തുതകൾ എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് ഇതുവരെയായി യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ചെന്നിത്തലയുടെ ആരോപണം മാത്രമാണ് ഇപ്പോഴും നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏത് തരത്തിലാണ് അദ്ദേഹം ഇങ്ങനെയൊരു നിഗമനത്തിൽ, ഇതൊരു അഴിമതിയാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതാണ് അദ്ദേഹം ആദ്യമായി വ്യക്തമാക്കേണ്ട ഒരു കാര്യം. കാരണം ഇങ്ങനെ ഇത് ഈ പറയുന്ന പോലെ ഈ 2 കമ്പനികൾക്കും കൂടി ഈ പറയുന്ന 4415 എന്ന് പറയുന്ന സൊസൈറ്റികൾക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ രൂപീകരണത്തിന് ഇത്രയും തുക ചെലവാകില്ല എന്നുള്ളത് കാണിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടോ എന്നുള്ളതാണ്. എന്നാൽ അതിലുപരിയായി ഇപ്പം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ ഇങ്ങനെയൊരു തീരുമാനം സർക്കാർ വളരെ വേഗത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട വസ്തുത തന്നെയാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളുമായി, ഈ ഒരു വെടിപൊട്ടിക്കലിനപ്പുറത്തേക്ക് എല്ലാ രേഖകളുമായി നേരെ ഹൈക്കോടതിയെ സമീപിക്കാം. ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ അവിടെ സമർപ്പിക്കാം. ഇനിയിപ്പം കുറച്ച് ദിവസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. അപ്പോൾ അതിന് മുൻപായി രമേശ് ചെന്നിത്തല നൽകുന്ന ഈ ഒരു ഹർജി ഫയലിൽ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം
അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടിയാവും. അങ്ങനെ ഒരു തിരിച്ചടി കൊടുക്കാനല്ലേ രമേശ് ചെന്നിത്തല ഇനി ശ്രമിക്കേണ്ടത്? ഇവിടെ മാധ്യമങ്ങളുടെ ഇടയിൽ ഈ സാഹചര്യത്തിൽ വന്നു നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു അഴിമതി കഥ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ വലിയ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. കാര്യം എല്ലാവരും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂടിലാണ്. ആ ചൂട് മാറണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ചൂടിൽ നിന്ന് ഇങ്ങോട്ട് മാറി ചെന്നിത്തല ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങളിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചേരണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളത് മാത്രമാണ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ നിലവിൽ വിജിലൻസ് അന്വേഷണം പോലെയുള്ള അന്വേഷണങ്ങളിലേക്ക് പോകാൻ ഒരു സാധ്യതയും ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോഴില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു അഴിമതി എന്നുള്ള നിലയിൽ 700 കോടി എന്ന് പറയുന്ന ഇങ്ങനെ ഒരു അഴിമതി നടത്താൻ പോകുന്നു എന്ന് മാത്രമാണുള്ളത്. സത്യത്തിൽ ഈ 700 കോടി സംസ്ഥാന സർക്കാരിന് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായി അവശേഷിക്കുന്നു. നടക്കാൻ പോകുന്നു എന്ന് മാത്രമാണ്, നടത്തിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർക്ക് ഏൽപ്പിക്കുകയോ തുക കൈമാറുകയോ ഒരു കാര്യങ്ങളും ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. അപ്പം നടക്കാൻ പോകുന്ന ഇത് കോടതി ഇടപെട്ടുകൊണ്ട് ഇതിൻ്റെ ടെൻഡറിംഗ് നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തീർച്ചയായിട്ടും കോടതിയെ സമീപിക്കാവുന്നതാണ്. അതിൻ്റെ എല്ലാ തെളിവുകളും എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തലയുടെ കയ്യിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത. അതോടൊപ്പം ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനെതിരായി ഈ ഒരു ബോംബ് കൃത്യമായി പൊട്ടിക്കാൻ കഴിഞ്ഞാൽ ചെന്നിത്തല തന്നെ ആയിരിക്കും വി.ഡി. സതീശനേക്കാൾ ഏറ്റവും മികച്ച നേതാവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെന്നിത്തലയെ തന്നെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അംഗീകരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.